നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് എയർപോർട്ട് സിറ്റി ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 3-ന് ഇരിട്ടി സ്കൈ പെൻഡ ഓഡിറ്റോറിയത്തിൽ സ്വപ്നഭൂമിയുടെ ടൂറിസം സാധ്യതകൾ സെമിനാർ നടത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഹരിത കേരള മിഷൻ്റെയും സഹകരണത്തോടെ കൊട്ടിയൂർ മുതൽ പയ്യാവൂർ വരെയും മട്ടന്നൂർ നഗരസഭയ്ക്കിപ്പുറവുമായുള്ള പ്രദേശങ്ങളുടെ ടൂറിസം സാധ്യതകൾ ഏകോപിപ്പിച്ച് സമഗ്ര പ്ലാൻ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടുള്ള സെമിനാർ സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1952 ഉത്തര മലബാറിലെ വ്യാപാര വ്യവസായ സമൂഹത്തിലെ ചില നല്ല മനസ്സുള്ള വ്യക്തികൾ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്. അതിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാപാര വ്യവസായ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളിലും വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഉത്തര മലബാറിലെ ഒരു പ്രസിദ്ധമായ സംഘടനയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന് ഒട്ടേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒട്ടേറെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 4 ചാപ്റ്റേഴ്സാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ UAE ചാപ്റ്ററാണ്. കൂടാതെ തലശ്ശേരി ചാപ്റ്ററുണ്ട്, കാസർഗോഡ് ചാപ്റ്ററുണ്ട്, പിന്നെ നമ്മൾ അംഗങ്ങളായ എയർപോർട്ട് സിറ്റി ചാപ്റ്റർ. ഈ വ്യാപാര മേഖലയിലെ ഉന്നമനം കൂടാതെ തന്നെ വ്യവസായ മേഖലയിലെ ഉന്നമനം കൂടാതെ തന്നെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്. അതിനുവേണ്ടി NOMTO, അതായത് നോർത്ത് മലബാർ ട്രാവൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സംഘടന പോലും രൂപീകരിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് എയർപോർട്ട് സിറ്റി ചാപ്റ്റർ ഇരിട്ടിയിൽ സ്ഥാപിതമായിട്ട് ഏകദേശം 2 വർഷം തികയാണ്. നമ്മുടെ വയനാടിൻ്റെയും കുടകിൻ്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഇരിട്ടി പ്രദേശത്തിൻ്റെ ടൂറിസം ലക്ഷ്യമിട്ടുകൊണ്ട്, ടൂറിസം വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന 14-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് സ്കൈ പെൻഡിങ് ലാൻഡ് ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസം വികസന സെമിനാർ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ടൂറിസത്തിൻ്റെ ഉന്നമനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, പൈതൃക ടൂറിസമുണ്ട്, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ടൂറിസമുണ്ട്. നമ്മൾ വളരെ പ്രകൃതിയാൽ അനുഗ്രഹീതമായ ഒരു സ്ഥലത്താണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ ആർണം വന്യജീവി സങ്കേതം, വേറൊരു ഭാഗത്ത് നമ്മുടെ പഴശ്ശി പ്രോജക്റ്റ്, അതുപോലെ തന്നെ പൈതൃക ടൂറിസത്തിൻ്റെയും ആരാധന ടൂറിസത്തിൻ്റെയും ഭാഗമായിട്ടുള്ള കൊട്ടിയൂർ ക്ഷേത്രം, മൃദംഗശൈലീശ്വരി ക്ഷേത്രം, അതുപോലെ തന്നെ കണ്ണവം മുഖാം ഉറൂസ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പയ്യാവൂർ ശിവക്ഷേത്രം, സെൻറ്റ് ജൂഡ് ദേവാലയം, ഇപ്പം ഇത്രയും എടൂർ സെൻറ്റ് മേരീസ് ഇടവക, അതുപോലെ തന്നെ സെൻറ്റ് ജൂഡ് ദേവാലയം. അപ്പോൾ ഇത്തരം മേഖലകളിൽ ഉന്നമനത്തിന് വേണ്ടി ഒരു ഇരിട്ടി ഒരു ടൂറിസം ഹബ്ബായി ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിന്നെ നമ്മുടെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് രൂപീകരിക്കപ്പെട്ടത്. രംഗത്ത് വ്യാവസായിക രംഗത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനമല്ല ചേംബർ ഓഫ് കൊമേഴ്സ് കാഴ്ചവെക്കുന്നത്. ചേംബർ ഓഫ് കൊമേഴ്സ് ടൂറിസം, അതുപോലെ തന്നെ ഫാമിംഗ് രംഗത്തും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, എക്സ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അടുത്ത ഒരു സെമിനാറിൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നോർത്ത് എയർപോർട്ട് സിറ്റി ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ടൂറിസത്തിൻ്റെ പ്രോജക്റ്റ് ഏകദേശം നമ്മൾ ഭാവന ചെയ്തിരിക്കുന്നത് ഒരു ഇരിട്ടി കേന്ദ്രമാക്കിയിട്ടൊരു ടൂറിസം സെൻറ്റർ, അതിൻ്റെ മലയോര മേഖലയിൽ മൊത്തം കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കുക എന്നുള്ള രീതിയിലാണ്. പല പഞ്ചായത്തുകളും ഇപ്പോൾ അവരുടെയൊക്കെ ഇഷ്ടത്തിന് ഓരോരോ പ്രോജക്റ്റുകളും ഡെസ്റ്റിനേഷനുകളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും സാമ്പത്തികമാണ് പ്രശ്നം. ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ലാത്തതുകൊണ്ട് പ്രോജക്റ്റുകളൊക്കെ നിന്നുപോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് സംരംഭകരെ നൽകുവാനായിട്ട് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല.
പക്ഷേ ഡെസ്റ്റിനേഷനെല്ലാം അതാത് ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോടുകൂടി നടത്തുകയാണെങ്കിൽ ഫണ്ടിൻ്റെ പ്രശ്നവും കൂടി പരിഹരിക്കപ്പെടും. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളുടെയും ഒരു കൂട്ടായ ശ്രമം ഇതിലുണ്ടെങ്കിൽ ഇത് വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയും. ഇതിന് ഞങ്ങൾ ഈ ഒരു സെമിനാറോടും കൂടി മാത്രം ഇത് അവസാനിപ്പിക്കുകയല്ല, നമ്മളിതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് എല്ലാ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രവർത്തനങ്ങളുമായി മുന്നിൽ തന്നെ ഉണ്ടാവും. അതിനുള്ള രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ പല പ്രോജക്റ്റുകളും ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. ആ പ്രോജക്റ്റുകളിലൊക്കെ സാമ്പത്തിക പ്രശ്നം കാരണം പലതും മുടങ്ങിയ രീതിയിലാണ്. എന്നാൽ വിഭാവനം ചെയ്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളൊക്കെ നല്ലതാണ്. തില്ലങ്കേരി മുതൽ കൊട്ടിയൂർ പാൽച്ചുരം, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇരിട്ടിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഹരിത കേരള മിഷനും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പടിയൂർ വലിയ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. പായം പഞ്ചായത്തിന് വലിയ പ്രോജക്റ്റ് ഉണ്ട്. ഇരിട്ടി പുഴയുടെ മനോഹാരിതയെ ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് ഈ സാമ്പത്തിക സ്രോതസ്സുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ പഞ്ചായത്തുകൾക്കൊക്കെ കഴിയും. പക്ഷേ അതിനുള്ള ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനം വരുന്നില്ല. അത്തരം രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കൂട്ടുപുഴ മുതൽ പഴശ്ശി പദ്ധതി വരെ മനോഹരമായ പുഴയുണ്ട്. അതിൻ്റെ തീരത്തൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷനുകളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ പാർക്കുകളോ ഒന്നും നമ്മൾ വിഭാവനം ചെയ്യുന്നില്ല. ഉള്ള സ്ഥലത്തിനെ മനോഹരമാക്കി അതിന് വേണ്ട അത്യാവശ്യം ബേസിക് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്തെടുത്താൽ ഈ മേഖല ടൂറിസത്തിൻ്റെ ഒരു വലിയ ഹബ്ബായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിലേക്കാണ് നമ്മൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടക്കം വെച്ചിരിക്കുന്നത്. സെമിനാറിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TK രമേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. KK ശൈലജ MLA, സജീവ് ജോസഫ് MLA എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക എന്നിവർ കരട് രൂപരേഖ അവതരിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ K ഷാജിത്ത്, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ്, നോംടോ സെക്രട്ടറി C അനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളാവും. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി രൂപം നൽകുന്ന സമഗ്ര പദ്ധതി സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട ഏജൻസികളുടെയും നടപടികൾക്കായി കൈമാറും. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ മലയോരത്തിൻ്റെ സ്വപ്നഭൂമിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രചരണങ്ങളും തുടർ പ്രവർത്തനങ്ങളും നടത്തുമെന്നും NMCC എയർപോർട്ട് സിറ്റി ചെയർമാൻ KT അനൂപ്, സെക്രട്ടറി PK ജോസഫ്, NMCC ഡയറക്ടർ TD ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു.